ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളൊരു ഉള്ളി പക്കോടേൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് മൈദാമാവും കടലമാവും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇഞ്ചിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിൽ. ഇഞ്ചീൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, ഇത് കൂടുതലും ഈ ഉള്ളിയുടെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ കടലമാവ് ഒരു 3 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. കൂടുതലും ഇത് മൈദാമാവിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുറച്ചായിട്ട് ചേർക്കുക കേട്ടോ. നമുക്കിത് ഒരുപാട് കട്ടിയിലല്ല വേണ്ടത്, അതേപോലെ ഒരുപാട് ലൂസായിട്ടല്ല വേണ്ടത്. ഇങ്ങനെ പിച്ചിടാൻ പറ്റുന്ന ഒരു പാകത്തിലാണ് കേട്ടോ ഇത് വേണ്ടത്. അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതെടുത്തിട്ട് അധികം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം പിന്നെ ഇത് നല്ല ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി പക്കോട നല്ലപോലെ എണ്ണ കുടിക്കും കേട്ടോ. അതിന് ശേഷം ഇത് ഇങ്ങനെ ബോളായിട്ട് കുറച്ചായിട്ട് ഇടാം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഈ പക്കോട അധികം എണ്ണ കുടിക്കില്ല കേട്ടോ. ഞാൻ ഈ സെയിം എണ്ണയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് എണ്ണ നല്ലപോലെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊട്ടും എണ്ണ കുടിക്കില്ല. അങ്ങനെ ഈ ഒരു കളറാകുമ്പോഴത്തേനും നമുക്ക് കോരി എടുക്കാം കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.